നമസ്കാരം. കെ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രിയ ഹരികുമാർ. നമ്മൾ ഇന്നിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ കോഴി പെരളനാണ് ചെയ്യുന്നത്. ഒരു തനി നാടൻ റെസിപ്പിയാണ്. ഞാനിവിടെ നാടൻ കോഴി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മളെ യെല്ലോ കളറിൽ കാണുന്നത് നാടൻ കോഴിയുടെ അകത്തുള്ള മുട്ടയൊക്കെയാണ്, ഉരുളക്കിഴങ്ങല്ല. അന്നേരം നാടൻ കോഴി കിട്ടിയില്ലെങ്കിൽ സാധാരണ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അതും നല്ല ടേസ്റ്റിയാണ്. എന്നാൽ നാടൻ കോഴിയിലാണ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ കുക്കിംഗ് ടൈം കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വഴറ്റിലും ഒന്നും അധികം വേണ്ട. ഈ പാചകം എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. നാടൻ കോഴി പെരട്ട്, ഒരു നാടൻ സ്റ്റൈലിലെ കോഴി പെരട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കോഴി നന്നായി കഴുകി വൃത്തിയാക്കി, നല്ല നെയ്യൊക്കെയുള്ള കോഴിയാണ്, കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് ഇതൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചേക്കുകയാണ്. ഈ കോഴി ബീഫൊക്കെ നമുക്ക് ഇരുമ്പ് ചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 1.5 കിലോ കോഴിയോളം വരും. അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഈ കഴുകിയ കോഴിയിലേക്ക് നമ്മൾ സവാള ചേർക്കണം. ആദ്യം ഞാൻ ചെറുതായി അരിഞ്ഞ സവാള ചേർക്കുകയാണ്. ഞാനിവിടെ ഒരു 1.5 കിലോ കോഴിക്ക് 4-5 വലിയ സവാളയാണ് എടുക്കുന്നത്. സവാള ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടില്ല, തീ വെച്ചിട്ടില്ല. ഇത് ആദ്യം ഒന്ന് തിരുമ്മി ചേർക്കണം നന്നായിട്ട്. ഇത്രയും സവാള ചേർക്കുക. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇഞ്ചി, സവാള കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, കാരണം അത് ചെറുതായിട്ട് അതിലോട്ട് അലിഞ്ഞങ്ങ് ചേർന്നോളും. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുകയാണ്. ചതയ്ക്കാതെ ചേർക്കാം, ഇന്ന് ഞാൻ ചതച്ച് ചേർക്കുകയാണ്. 2 ബൾബ്സ് ഓഫ് ഗാർലിക് അതാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു 2-2.5 ഇഞ്ച് ഉള്ള കഷ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി കൂടി നിൽക്കുന്നത് ഈ പ്രിപ്പറേഷന് നല്ലതാണ്. ഇതിന് പുറമെ ഞാൻ ചെറിയുള്ളി പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് അതിലോട്ടിടുക. ചെറിയുള്ളി നമുക്ക് ചെറുതായി മുറിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഹോളായിട്ട് തന്നെ ചേർക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ചേർക്കുകയാണ്. ചതയ്ക്കാനൊക്കെ സമയമുണ്ടെങ്കിൽ അതും ഒന്ന് ചതച്ച് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഞാൻ ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ എന്ന് പറയുന്നത് വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. വറുത്ത മുളക് പൊടി ഞാനൊരു 4-5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. കൂടാതെ 2 സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മുളകിന്റെ അത്രയും തന്നെ അളവിന് ചേർക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്രയാണ് ഇതിന് ആവശ്യമുള്ളത്. ഈ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. വിനിഗർ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, അതും ഓപ്ഷണലാണ്. ഞാനൊരു അല്പം ആപ്പിൾ സിഡർ വിനിഗർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും, ഒരു ചെറിയ സോണേഴ്സിന് വേണ്ടിയിട്ട്, ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മൾ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട. നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് അളവ് അറിയാൻ പറ്റും. നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഈ പീസസ് കോട്ട് ചെയ്യാൻ പാകത്തിന് ഈ മസാലയും പീസസും ഉള്ളിയും എല്ലാം കൂടെ നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്മി ചേർത്ത്, നമുക്ക് സമയമുണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ വെച്ചിരുന്നിട്ട് അതുപോലെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം. നല്ല ഡ്രൈ ആണ്. യൂഷ്വലി ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അഥവാ ഡ്രൈ ആയിട്ട് തോന്നിയെങ്കിൽ ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മി വെക്കാൻ പോവുകയാണ്. ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് വെള്ളം. ഇത് ഞാൻ 1-2 സൈസിൽ നേരത്തെ പലയിടത്തും ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറേ പേര് ചെയ്ത് നോക്കിയിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. എല്ലാവരും നല്ല ഒപ്പീനിയനാണ് പറഞ്ഞത്. സോ ഇറ്റ്സ് വെരി ഈസി ടു പ്രിപ്പയർ ഓൾസോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ വഴറ്റിലും പിടിക്കലും കരിക്കലും ഒന്നുമില്ല. ഇതിനി ഒന്ന് ആയി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കോഴിയുടെ വേവ് ബ്രോയിലർ ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഒരു 40-45 മിനിറ്റ്സോളം മീഡിയം ലോ ഫയറിലോട്ട് മാറ്റിയിട്ടിട്ട് ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത്, ഒരു റെഡിഷ് ബ്രൗൺ കളർ ആവും. അതുവരെ നമുക്കിത് ചെയ്തെടുക്കാം. ഇത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഇത് അതിൻ്റെ നെയ്യ് ഞാൻ കാണിച്ചല്ലോ, നെയ്യുള്ള കോഴിയായിരുന്നു. സോ നെയ്യൊക്കെ അങ്ങ് തെളിഞ്ഞ് വന്നേക്കുവാണ്. ഇത് കുറച്ചുകൂടെ വരട്ടി വേണമെങ്കിൽ എടുക്കാം. ഒരല്പം ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇതും നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടും എടുക്കാം. അത് കുറച്ച് നേരം കൂടെ ഇതേപോലെ, ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ തെളിഞ്ഞ്, എണ്ണ ഞാൻ കുറച്ച് ചേർത്തുള്ളൂ, നെയ്യ് ഉള്ളതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് വെന്ത് ആയതാണ്. ഫിനിഷ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും. ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കും. ഈ ഉലുവാപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മുടെ കുക്കിങ്ങിലെല്ലാം ഓപ്ഷണലാണ്.
ഓരോ തവണ ചെയ്യുമ്പോഴും ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തിയാൽ നമുക്ക് പുതിയ ഫ്ലേവേഴ്സ് കിട്ടും, പുതിയ ടേസ്റ്റ് കിട്ടും, ഒരു റെപ്പറ്റേഷൻ ഒഴിവാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട്. ഉലുവാപ്പൊടി കൂടി പോകരുത് ഇറച്ചിയിൽ ചേർക്കുമ്പോൾ, അത് കയ്പുണ്ടാക്കും. സോ കറക്റ്റ് പാകത്തിന് ഒരു നുള്ളു ഉലുവാപ്പൊടി, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി. എന്നിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് അതെടുക്കാം. നമുക്ക് ഈ എണ്ണയൊക്കെ നമുക്ക് വേണ്ട, എന്നാലും ആ നെയ്യ് കിടന്നാലേ കറിക്ക് പീസിലുമൊക്കെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് നല്ല കുക്ക്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ, ബട്ട് ആ എണ്ണയിൽ കിടന്ന് വരുമ്പോൾ അതിൻ്റെ തന്നെ നെയ്യിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കോഴിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ നാടൻ കോഴി പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഐ സെഡ്, ഇതിന് കുറച്ച് എണ്ണ മതി, കുറച്ച് ഇൻഗ്രീഡിയൻസും ആൻഡ് കുറച്ച് ടൈമും മതി. ലൈക്ക് ഇൻ ദ സെൻസ് വി ഡോണ്ട് ഹാവ് ടു റിയലി സ്പെൻഡ് മച്ച് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദറ്റ് സ്റ്റവ് വേർ യു ഹാവ് ടു ഡു ഓൾ ദിസ് സോട്ടിങ് ആൻഡ് ഫ്രൈങ് ആൻഡ് സ്റ്റഫ്. സോ ഇത് ജസ്റ്റ് പുരട്ടി വയ്ക്കുക, അടിയിൽ പിടിക്കാതെ നോക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് വേണമെങ്കിലും എടുക്കുക. ഇത് നിറയെ നെയ്യുള്ളത് കൊണ്ട് ഞാൻ അത്രയും ആക്കണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലിട്ട് ആക്കിയെടുക്കണം, അല്ലെങ്കിൽ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ഡു ട്രൈ ഇറ്റ് ഔട്ട് ഫ്രണ്ട്സ്. I hope you like it and let me know how it turns up. I'll meet you again next week with another recipe. Thank you for watching the video.